ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്. ഒടുവിൽ ബിന്ദുവിൻ്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി എത്തുന്നു. അതാകട്ടെ അതിരാവിലെ പ്രതിഷേധങ്ങളെ ഭയന്നുള്ള സന്ദർശനമായിരുന്നു. സർക്കാർ ഒപ്പമുണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ. തിരുവനന്തപുരം നെയ്യാറിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. ബസ്സിനുള്ളിൽ ഡ്രൈവർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരും. ശാലിനി, അല്പം മുമ്പ് ഡ്രൈവറെ പുറത്തെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത്? കൃഷ്ണരാജ്, ഒരു ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ നെയ്യാർ ഡാമിൽ നിന്നും വരുന്നത്. ഇന്ന് രാവിലെയാണ്, പുലർച്ചയോടുകൂടിയാണ് നെയ്യാർ ഡാമിലേക്ക് പോയൊരു KSRTC ബസ്സും ഒപ്പം തന്നെ നെയ്യാർ ഡാമിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു ഒരു KSRTC ബസ്സും കൂടി അപകടത്തിൽപ്പെടുന്നത്. അപകടത്തിൽ ഒരു KSRTC ബസ്സിൽ, അതായത് വേണാട് ബസ്സിന് അകത്തുണ്ടായിരുന്ന മണിക്കുട്ടൻ എന്ന് പറയപ്പെടുന്ന നെയ്യാർ ഡാം സ്വദേശി ബസ്സിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അല്പസമയം മുമ്പ് ഇവിടെ ഫയർഫോഴ്സ് അടക്കമുള്ളവർ എത്തി. ഫയർഫോഴ്സിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മണിക്കുട്ടനെ പുറത്തെടുത്തിരിക്കുകയാണ്. മണിക്കുട്ടനെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രാദേശിക ലേഖകൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഹൈഡ്രോളിക് മെഷീൻ അടക്കം അവിടെ എത്തിച്ച് രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ്. മറ്റൊരു ആശ്വാസ വാർത്ത എന്നുള്ളത്, ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റാർക്കും പരിക്കുകളില്ല, കാര്യമായ രീതിയിലുള്ള പരിക്കുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. ഈ ബസ്സുകളുടെ അമിത വേഗതയാണോ അപകടത്തിലേക്ക് എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഡോക്ടർ അടക്കമുള്ളവർ വന്ന് ബസ്സിനകത്ത് ചികിത്സയടക്കം നൽകിയൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും മണിക്കുട്ടിനെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ റോഡിൻ്റെ അശാസ്ത്രീയത അടക്കം ഈ അപകടത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. നെയ്യാർ ഡാമിൻ്റെ പരിസരത്ത് തന്നെയാണ്. നെയ്യാർ ഡാമിൻ്റെ ഒരു ഭാഗത്ത് ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട്. ഇതിനോട് ചേർന്നാണ് ഈ ബസ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ പ്രാദേശിക ലേഖകൻ അറിയിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് രണ്ട് ബസ്സുകളും അപകടത്തിൽപ്പെടുകയും ഉണ്ടായിരുന്ന ഷിജു കള്ളിക്കാട് കൂടി ഒപ്പം ചേരുന്നുണ്ട്. ഷിജു, എങ്ങനെയാണ് അപകടമുണ്ടായത്? നെയ്യാഡാമിൽ നിന്ന് കാട്ടാക്കടയ്ക്ക് പോയ ബസ്സും തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാഡാമിലേക്ക് വന്ന ബസ്സുമാണ് നെയ്യാഡാമിന് അല്പദൂരമായിട്ട് 200 മീറ്റർ മാറി തമ്മിലിടിച്ചത്. അത് കഴിഞ്ഞ പ്രളയ സമയത്ത് നെയ്യാഡാമിന്റെ റോഡിന്റെ സൈഡിൽ കൂടെയാണ് കനാല് പോകുന്നത്. അപ്പോൾ കനാല് ഇടിഞ്ഞ് താന്നിട്ടുണ്ടായിരുന്നു. അത് പല പ്രാവശ്യം അതിനോട് പറഞ്ഞിട്ടും ആ റോഡ് ഇതുവരെ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ റോഡിന്റെ ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ വണ്ടികളെല്ലാം ഒരു സൈഡ് ഒതുങ്ങിയാണ് പോകുന്നത്. അങ്ങനെ പോയപ്പോൾ വേഗത അല്പം കൂടുതലായിരുന്നു കാണാം. അങ്ങനെയാണ് വണ്ടികൾ തമ്മിൽ ഇടിച്ചത്. അങ്ങനെ ഡ്രൈവർ കുടുങ്ങി ഇപ്പോൾ രക്ഷിച്ചേ ഉള്ളൂ. ഇപ്പം ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഷിജു, ഈ മറ്റ് യാത്രക്കാരുടെ 15 പേർക്ക് പരിക്കേറ്റെന്നൊക്കെ വാർത്തകൾ ആദ്യം പുറത്തു വന്നിരുന്നു. അല്ല, മറ്റ് യാത്രക്കാർക്ക് വലിയതായിട്ട് ചെറിയ പരിക്കുകളേ ഉള്ളൂ. പക്ഷേ ഡ്രൈവറുടെ കാല് എന്തായാലും പിന്നെ മുട്ടിന് താഴെയായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. ഇപ്പം ആശുപത്രിയിൽ കൊണ്ടുപോയുള്ളൂ. നെയ്യാഡാമിലെ PHSന് ഡോക്ടർമാരൊക്കെ വന്ന് ബസ്സിനകത്ത് വെച്ച് തന്നെ അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാല് കമ്പിയുടെ ഇടയിൽ കുടുങ്ങിയിരുന്നുകൊണ്ട് എടുക്കാൻ അല്പം ഒരു 1.5 മണിക്കൂർ വരെ എടുത്തു. ഷിജു കള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ അല്പം മുമ്പാണ് പുറത്തെടുത്തത്. ശാലിനിയിലേക്ക് വീണ്ടും. ശാലിനി, സാരമായ പരിക്കുകളില്ല, പക്ഷേ ഡ്രൈവറുടെ കാൽ ഒടിഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂർ ശ്രമകരമായ ദൗത്യത്തിന് ശേഷമാണ് കാല് കമ്പിയിൽ കുടുങ്ങിക്കിടന്നതിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ചത്. ഇവിടുത്തെ റോഡ് അശാസ്ത്രീയമായ അവസ്ഥയിലാണ് എന്നാണ് ഷിജു പറയുന്നത്. കൃഷ്ണരാജ്, അങ്ങനെ തന്നെയാണ്. ഈ പ്രളയത്തിന് ശേഷവും ശക്തമായ മഴയൊക്കെ ഉണ്ട്. നെയ്യാർ ഡാം മേഖലയിൽ മിക്കപ്പോഴും ഇപ്പോൾ ഈ കാലവർഷം ശക്തി പ്രാപിച്ചപ്പോഴൊക്കെ മഴയായിരുന്നു. ഇതിനുശേഷം ഈ റോഡ് കാര്യമായി തന്നെ തകർന്നിട്ടുണ്ട്. അശാസ്ത്രീയ നിർമ്മാണം കൂടിയാണ് എന്നുള്ളതാണ് പ്രദേശത്തുള്ളവർ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ പ്രാദേശിക നേതൃത്വങ്ങൾ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കമുള്ളവർ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. നിരന്തരം ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മേഖലകൾ കൂടിയാണ് എന്നുള്ള
ഒരു പരാതി കൂടി ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും കാര്യമായ പരിക്കുകൾ യാത്രക്കാർക്കുണ്ടാകാത്തതും ഒപ്പം തന്നെ ചെറിയ തോതിൽ പരിക്കേറ്റ ഡ്രൈവർക്ക് മാത്രമാണ് അതിൽ ഇത്തിരി ഗുരുതര പരിക്ക്, കാല് മുട്ട അടക്കമുള്ള പരിക്ക് ഉള്ളത് എന്നുള്ളതാണ് നിലവിൽ നമുക്കിപ്പോൾ ഷിജു റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വലിയൊരു അപകടം ചെറിയ തോതിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ഈ ഞായറാഴ്ച ദിവസം നമുക്ക് തലസ്ഥാനത്ത് നിന്ന് നൽകാൻ സാധിക്കുന്നത്. എന്തായാലും പൊന്മുടി അടക്കമുള്ള മേഖലയിലേക്കും നെയ്യാർ ഡാമിലേക്കും ഒക്കെ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു പ്രധാന റോഡിലാണ് ഇത്തരത്തിൽ അശാസ്ത്രീയ നിർമ്മാണവും ഒപ്പം തന്നെ ശോചനീയാവസ്ഥയും മൂലം നിരന്തരം അപകടക്കെണിയായി മാറുന്നത്. എന്തായാലും ഈ വാഹനങ്ങളുടെ അമിത വേഗത എന്തെങ്കിലും തരത്തിൽ ഈ അപകടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. നമുക്കറിയാം സംസ്ഥാന വ്യാപകമായി തുടർച്ചയായി ഇപ്പോൾ KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. KSRTC ബസ്സുകൾ മറ്റു വാഹനത്തിൽ പോയി ഇടിച്ചുള്ള അപകടമൊക്കെ തന്നെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കുകയാണ്. എന്തായാലും വാർഡ് മെമ്പർ പ്രതീഷ് മുരളി ഒപ്പം ചേരുന്നുണ്ട്. പ്രതീഷ്, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? അവിടുത്തെ റോഡിന് വീതി കുറവാണെന്നും പ്രളയശേഷം ആ അവസ്ഥയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. പ്രധാന പാതയാണ്. അവിടെ ഇറിഗേഷന്റെ ഒരു ചാനൽ പോകുന്നുണ്ട്. ചാനലിന്റെ ബണ്ട് സൈഡ് കഴിഞ്ഞ മഴയത്ത് ഒരു 4 വർഷം മുന്നുള്ള മഴയത്ത് മഡ് റോഡ് ഇടിഞ്ഞ് താഴുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ വൺ വേ പറയുന്നു. ഒരു സൈഡ് മാത്രമേ റോഡിന്റെ ഉള്ളൂ. നിരവധി പ്രാവശ്യത്തിന് മുന്നേ ചെറിയ അപകടങ്ങളുണ്ടായി. പല അപകടങ്ങളും വളരെ നിസ്സാരമായ സാഹചര്യത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ വലിയൊരു അപകടമായിരുന്നു. അമ്പൂരിൽ നിന്ന് നെയ്യാർ ഡാമിൽ വഴി വരുന്ന ബസ്സും ട്രിവാൻഡ്രത്ത് നിന്ന് നെയ്യാർ ഡാമിലേക്ക് വരുന്ന ഫാസ്റ്റ് ബസ്സും കൂടി കൂട്ടിയിടിച്ചതാണ്. ഡ്രൈവർ വിജയകുമാറിനെ ഏതാണ്ട് 1.5-2 മണിക്കൂറോളം പണിപ്പെട്ടാണ് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ഒക്കെ പണിപ്പെട്ടാണ് അദ്ദേഹത്തെ ഉയർത്തും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും. ഏതാണ്ട് 12ഓളം പേര് കാട്ടാക്കട, മലയങ്കിരി, മണിയറവിള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചികിത്സയിലാണ്. ശ്രീ പ്രതീഷ് മുരളി, അതായത് പലവട്ടം നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല, റോഡിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. പല പ്രാവശ്യം ഇവിടെ സമരം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ഈ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പല രാഷ്ട്രീയ കക്ഷികളും, ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളൊക്കെ നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊക്കെ നമ്മളിവിടെ ഒരു 2 വർഷം മുമ്പ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ റോഡ് ഉപരോധം അടക്കം ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ല. 2-3 പ്രാവശ്യം അപകടം ഉണ്ടായപ്പോൾ നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷന്റെ ഒരു അപകട സൂചന ബോർഡ് വെച്ചിട്ടുള്ളതല്ലാതെ പല പ്രാവശ്യവും ഇതിനു മുന്നേയും ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഈ സ്ഥലം എത്തുമ്പോൾ, ഈ അപകടം നടന്ന സ്ഥലം എത്തുമ്പോൾ ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാവുന്ന അവസ്ഥയാണ്. അവിടേക്കാണ് കുറച്ച് വേഗതയിൽ വന്ന 2 ബസ്സുകൾ കൂട്ടിയിടിച്ചത്. അതൊരു വളവ് കൂടിയാണ്. ഒരു സൈഡിൽ നിന്ന് സ്ട്രേറ്റ് റോഡ്, മറ്റേ സൈഡ് വളവാണ്. അപ്പം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ പെട്ടെന്ന് എതിർദിശയിൽ വരുന്ന വണ്ടി കാണാൻ കഴിയാത്ത സാഹചര്യമാണ്. ശരി, നന്ദി ശ്രീ പ്രതീഷ് മുരളി, വിവരങ്ങൾ പങ്കുവച്ചതിന്. വാർഡ് മെമ്പറാണ് പ്രതീഷ് മുരളി. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനിയും ഷിജുവും.